നല്ല പരിപാടിയാണല്ലോ ഇത്. എല്ലാ കമ്പനിയും എന്നാൽ പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താൽ എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. സെബി നിർദ്ദേശിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു കമ്പനി എന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ ഒരു കമ്പനിയുടെ ടേൺ ഓവർ എബോവ് 1 crore അല്ലെ സംതിങ് ഉണ്ട്, എനിക്കറിയില്ല. ടേൺ ഓവർ കാണിക്കണം. പിന്നെ ആ ഒരു കമ്പനിയുടെ പേരിൽ യാതൊരു മാനിപ്പുലേഷൻസോ കേസോ അങ്ങനത്തെ ഒന്നും പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഉണ്ട്. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെ ടൈറ്റാണ്, കൂടുതലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റെഗുലേഷൻസ് അല്പം കുറവാണ്, അത് റൂൾസ് അല്പം കുറവാണ്. അതുകൊണ്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് ചെറിയ ചെറിയ കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയെ നമുക്ക് എന്ത് ചെയ്യാൻ ധൈര്യപ്പെട്ട് വാങ്ങിക്കാൻ പറ്റും. കാരണം ഈ ഒരു സെബി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത്, അതായത് എല്ലാ രേഖകളും പരിശോധിച്ചിട്ടാണ് ഈ എക്സ്ചേഞ്ചിൽ ഈ കമ്പനി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്പനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കാം. ഇതേപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2000 അടുത്ത് കമ്പനികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓഹരി വിപണി എങ്ങനെയായിരുന്നു, ഓഹരി വിപണി മെച്ചമുള്ളതാണ്, അതായിരുന്നു ഓഹരി വിപണി പോസിറ്റീവായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിരുന്നോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിനിപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2000 കമ്പനികൾ എടുത്തിട്ട് നോക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ BSEയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 5000-ലധികം കമ്പനികൾ എടുത്തിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ്. നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ സൂചികകളാണ്, സൂചിക. അതായത് ഈ ഒരു സൂചിക നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് പോസിറ്റീവാണോ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് എന്ന് പറയും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബിയറിഷ്. ബുള്ളിഷ് എന്ന് പറയുമ്പോൾ കാള ഇങ്ങനെ, നമുക്കറിയാം കാള ഇങ്ങനെ കൊമ്പുകൊണ്ട് കുത്തിപ്പൊക്കുന്നത്. ബിയറിഷ് എന്ന് പറയുമ്പോൾ അടിച്ച് താത്തുന്നത്, അത് നെഗറ്റീവ് ബിയറിഷ് കരടിയുടെ. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ കാള കുത്തിപ്പൊക്കുന്നത്, അതായത് മാർക്കറ്റ് പോസിറ്റീവ്. അതാണ് ബുള്ളിഷും ബിയറിഷും. അപ്പോൾ ഈ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള സൂചികളാണ് നിഫ്റ്റി 50-ഉം സെൻസെക്സും. നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിഫ്റ്റി 50 ലാർജസ്റ്റ് ഇന്ത്യൻ കമ്പനീസിൻ്റെ വാല്യൂസ് അത് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഗ്രാഫാണ് നിഫ്റ്റി 50. അതേപോലെ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ സെൻസെക്സ് അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സെൻസെക്സ് എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് വരിക. അപ്പോൾ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ 30 ലാർജ് ഗുഡ് കമ്പനീസിൻ്റെ ഇൻഡെക്സ്, സൂചിക. അതായത് 30 കമ്പനി പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയിട്ടുള്ള ഒരു ഗ്രാഫാണ്